അതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. വീഡിയോ പറഞ്ഞിട്ടുണ്ടോ? അത് ഈ പറയുന്ന അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവരെല്ലാരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫാദർ കേസ് കൊടുത്ത ഡീറ്റെയിൽ, അതിന്റെ വോയിസ്, അതിനെ എങ്ങനെ നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ പറയണം എന്നുൾപ്പെടെയുള്ള സാധനങ്ങൾ. മനസ്സിലായോ? എനിക്ക് സംശയം ഇതെന്തേ കുഞ്ചലോടെ നമ്മൾ പട്ടത്തിലൊക്കെ പട്ടം പറത്തുമ്പോ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. അപ്പോ ഫാദർ നോബിൾ ഫിലിപ്പ് നമുക്ക് യൂട്യൂബേഴ്സിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് ഫാദറിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഫാദർ കേസ് കൊടുത്തു നോക്ക്. കേസ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഫാദർ കേസ് കൊടുക്കണം. കാരണം സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ SI ചോദിക്കുമ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ തെളിവടക്കം ഞാൻ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത് ഇപ്പൊ വരുന്ന വലിയൊരു വിവാദം എന്ന് പറയുന്ന മറ്റൊന്നുമല്ല, ഈ പറയുന്ന രേണുസുതിക്ക് ക്യാൻസർ ഇല്ല എന്നൊരു സംഭവം വരുന്നുണ്ട്. ക്യാൻസർ ഇല്ല, ഇതൊക്കെ വെറുതെയാണ് എന്നുള്ളത്. അതിനെ സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. ക്യാൻസർ ഉണ്ടോ, ഇവിടെ ഉടായിപ്പാണോ കാണിക്കുന്നത്? എന്റെ അഭിപ്രായം കൂടി ഞാൻ പറയാം. പിന്നെ മറ്റൊന്ന്, സീമാജി നായരുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വിവാദമാണ്. പാവം കുറെ ഇതുപോലെ ഈ പറയുന്ന ക്യാൻസർ വന്നോ അല്ലെങ്കിൽ മാരക രോഗം വന്നോ ഒക്കെ ചികിത്സിക്കുന്നവരൊക്കെ ഒരു കൈത്താങ്ങായിട്ട് സ്നേഹമായിട്ടൊക്കെ പോയി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു കക്ഷിയാണ് ഈ പറയുന്ന സീമാജി നായർ. അവരെ തന്നെ കുടുക്കിലാക്കിക്കൊണ്ട് ഈ ICUയിൽ കയറി ഫോട്ടോ എടുത്ത് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു. അതൊരു AI ഫോട്ടോ ആയിരുന്നു. അതിപ്പോ അവരുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും അല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസും പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാമെന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഫാദറിന്റെ കേസ് പറയാം. അതായത് ഫാദർ ഇപ്പൊ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ചെയ്തത്, അതായത് ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ യൂട്യൂബേഴ്സ് ആണ്, ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകളാണ് എന്നാണ് പറഞ്ഞത്. ഞാനൊന്നും കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല എന്നാണ് ഫാദർ പറയുന്നത്. അതായത് ഞാൻ ഇപ്പൊ പൊട്ടിക്കും എന്തോ ഒരു വലിയതിരിക്കുന്നുണ്ട്, ബോംബ് ഇരിക്കുന്നത്, ഞാൻ ഇപ്പൊ എറിഞ്ഞ് പൊട്ടിക്കും എന്ന് പറഞ്ഞു ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടേ ഇല്ല. വെറുതെ യൂട്യൂബേഴ്സ് റിയാക്ഷൻ ചെയ്യുന്ന ചാനലുകൾ എന്ത് ചെയ്തു, എന്നെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു പറയുന്നത്. അല്ലാതെ ഞാനും രേണുവായിട്ട് ഒരു പ്രശ്നമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ലാതെ, അതായത് നമ്മൾ പറയുന്നതല്ലാതെ ഞാനും രേണുവായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. താങ്കളും രേണുവായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് താങ്കളുടെ സ്വന്തം നാവ് കൊണ്ട് തന്നെ താങ്കൾ ഒരു 100 കൂട്ടം ഇന്റർവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവന് വരെ ആപത്താണ്, അത് എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒന്നീ രേണു അല്ലേ കൊണ്ട് അച്ഛനായിരിക്കും എന്നും ഒരു താങ്കൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോ റിയാക്ഷൻ, അതായത് പിന്നീട് ഒരു വോയിസ് പുറത്തു, ഞാൻ ആ വോയിസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ വോയിസ് പുറത്തുവിട്ട എല്ലാവർക്കും എതിരായിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ ഉടനെ പോലീസ് വിളിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാദറിനെ കുറിച്ച് ഒരു ദോഷമോ പിന്നീട് അവരും പറയുന്നില്ല, ഫാദറും പറയുന്നില്ല. ഫാദർ ഒരു ക്ലാരിറ്റിയാണ് കൊടുത്തത് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫാദർ പറയുന്നത് റിയാക്ഷൻ ചാനലുകൾ എല്ലാവർക്കും എതിരായിട്ട് വീഡിയോ കൊടുക്കുമെന്നുള്ളതാണ്. ഇനി ഫാദർ ഇത് പറയുമ്പോൾ ഫാദർ എനിക്ക് അയച്ച എല്ലാം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഞാനിപ്പോ കാണിക്കുന്നത് ബ്ലർ ചെയ്താണ്. ഓക്കെ, ഞാനിപ്പോ കാണിക്കുന്നത് ബ്ലർ ചെയ്താണ്. ഒരു സാധനം എന്താ ഈ സൈഡിലോട്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും. ഇത് ഫാദർ നോബിൾ ഫിലിപ്പ് എനിക്ക് അയച്ചതാണ്. ഒരുപാട് വീഡിയോസ് നമുക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് വരുമ്പോൾ നമുക്ക് അയച്ചു തരുന്നുണ്ട്. അതിന്റെ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പലവരുടെ വീഡിയോ ഇതുപോലെ ഇടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്, പിന്നീട് നമുക്ക് എൻകറേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോസിലൊക്കെ വന്ന് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് പലവരും ഇപ്പം ആരൊക്കെ ഫാദറിനെതിരായിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ടോ അത് ഈ പറയുന്ന അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവരെല്ലാരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫാദർ കേസ് കൊടുത്ത ഡീറ്റെയിൽ, അതിന്റെ വോയിസ്, അതിനെ എങ്ങനെ നമ്മൾ ഈ പറയുന്ന വീഡിയോയിൽ പറയണം എന്നുൾപ്പെടെയുള്ള സാധനങ്ങൾ. മനസ്സിലായോ? എന്നുൾപ്പെടെയുള്ള സാധനം ഇത് ഞാൻ കുറച്ചേ വെക്കുന്നുള്ളൂ, അതും ബ്ലർ ചെയ്ത്. ഇതിൽ ഫാദറിന്റെ പല വോയിസും ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഫാദറിന്റെ പല വോയിസും ഉണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ ബ്ലർ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളത്. ഞാൻ വോയിസും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി സ്റ്റേഷനിൽ നിന്നായിട്ട് നമ്മളെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് പറയണം നമ്മളെ കൊണ്ട് എന്തൊക്കെ വീഡിയോ ഫാദർ ചെയ്യിപ്പിച്ചു എന്ന് വിത്ത് വോയിസ് എനിക്ക് കാണിക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. വിത്ത് വോയിസ്. ഇതൊന്നും മാത്രമല്ല, ഒരുപാട് പേര് എൻ്റെ മാത്രമല്ല ഈ വരുന്ന യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെ അടുത്തും ഈ ഒരു എൻ്റെ ഏറ്റവും കുറവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഏറ്റവും വളരെ കുറവാണ്.
ബാക്കി എല്ലാവരുടെ കൃത്യമായിട്ട് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ട് ഇതൊന്നും പുറത്തിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാദർ ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തപ്പോഴൊന്നും ഫാദറെ ഈ പറയുന്ന വലിയ രീതിയിൽ ആക്ഷേപിക്കും. ഫാദറിന്റെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഫാദർ ഇപ്പോൾ ചെയ്ത തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഒരു അനാവശ്യ വാക്ക് പറയുകയോ താങ്കളെ ആക്ഷേപിക്കുക അങ്ങനെ ചെയ്തില്ല. താങ്കൾ ഇപ്പോൾ ഇത് ചെയ്യുന്നത് തെറ്റിദ്ധാരണ പുറത്ത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇതിപ്പോ ബ്ലർ ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. ഇത് എന്നെ കൊണ്ട് ബ്ലർ ചെയ്യാതെ ഫാദർ പറഞ്ഞ ആ വോയിസ് മറ്റുള്ളവരെ കൊണ്ട് കേൾപ്പിക്കരുത് എന്നുള്ളത് ഫാദറിന് തന്നെ അറിയാം. ഫാദറിന് മറന്നുപോയി കാണും. കാരണം ഫാദർ വിളിക്കാത്ത കോണ്ടാക്ട് ചെയ്യാത്ത യൂട്യൂബേഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, റിയാക്ഷൻ ചാനലുകൾ വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണെങ്കിൽ ആദ്യം മെസ്സേജ് ഞാൻ ഇതായിരിക്കും കേൾപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ യഥാർത്ഥം അപ്പൊ പോലീസ് ഞാൻ പറയുമെങ്കിൽ ഫാദറിന്റെ പേരിൽ ആദ്യ ഒരു കേസിൽ അവരാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാദർ പെടും എന്നുള്ളതാണ്. ഇതൊക്കെ ഫാദർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പിഗ്ലയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം, അതായത് ഈ രേണുവിന്റെ അടുത്ത് ഈ ആദ്യത്തെ വിഷയം പറയട്ടെ. ഇപ്പൊ ഒരാള് മനുഷ്യാവകാശ കമ്മീഷനിൽ കൊണ്ട് പരാതി കൊടുത്തു, അതായത് രേണു സുധിക്ക് ക്യാൻസർ ഇല്ല, ഇത് അവളുടെ എല്ലാം ഉടായിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാൻസർ രോഗിയും കാണിക്കാത്ത ചേഷ്ടകളാണ് രേണു സുധി കാണിക്കുന്നത് എന്നുള്ളത് വളരെ സത്യമാണ്. ഇപ്പൊ ഒരു ക്യാൻസർ രോഗി വന്ന ഒരാൾ പോലും ഇതാണ് ക്യാൻസർ, ഇങ്ങനെയാണ് ക്യാൻസർ, ഇതുമാതിരി ചെറിയൊരു ജലദോഷം വന്നതുപോലെ ചെറിയ ഒരു പനി വന്നതുപോലെ അത്രയും കൂടി ഇല്ല എന്നുള്ള പനിയൊക്കെ നമ്മൾ മൂടി പോയിച്ചു, അതുമില്ല. ഇതിങ്ങനെ ഒരു ദിവസം ഈ മുടി വെട്ടുന്നു, ഒരു ദിവസം മുട്ടയടിക്കുന്നു, ഒരു ദിവസം ഞാൻ ദാ പോണേ, എനിക്കിതാ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വലിയ ദൂരമില്ല, ഞാൻ ദാ സുധിച്ചേട്ടൻ്റെ അടുത്തോട്ട് വരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. പിറ്റേ ദിവസം വേണ്ടിയിട്ടുണ്ടാ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രകാളി എപ്പോഴും തുള്ളുന്നു. അതിനുശേഷം ഡാൻസ് കളിക്കുന്നു. പിന്നീട് എന്തോ ഒക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, ഇവർക്ക് ഇനി ഇത് വെച്ച് ഇവള് മാർക്കറ്റ് ചെയ്യുകയാണോ. അതായത് ഇപ്പം നമ്മുടെ ഗൾഫില് എന്തോന്ന് കാന്താരി റെസ്റ്റോറന്റുമായി ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് രേണു സുധി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ട്. അവിടെ കാന്താരി റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അത് ഈ പെൺവാണിഭം മുതൽ സ്വർണ്ണക്കടത്ത് മുതൽ പലതും നടക്കുന്നുണ്ട്. അത് പേടിച്ച് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നുള്ള സ്വാഭാവിക സംശയങ്ങളുണ്ട്. അതിന്റെ പുറത്ത് സംശയം കൂടാൻ വേണ്ടിയിട്ട് ഈ രേണു സുധീത ഇതുപോലുള്ള സാധനങ്ങൾ എനിക്ക് സംശയം ഇതെന്തേ കുഞ്ചലോടെ നമ്മൾ പട്ടത്തിലൊക്കെ പട്ടം പറത്തുമ്പോ വാലിന് പോലെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ എടുത്തിടും, നല്ല രസമായിരിക്കും കാണാം. നമ്മളിങ്ങനെ അതിനെ കാറ്റത്തെയും തട്ടുമ്പോൾ നട്ടിട്ട് പറക്കും പോലെ നല്ല രസമാണ്. അതുപോലെ ഈ കുഞ്ചരം തട്ടും പോലെയാണ് ഒരു പിക്കിലൈനെ ഇട്ട് തട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും ഇതൊരു ഉടായിപ്പാണോ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് എന്നുള്ളത്. ഇനി ഞാൻ ഇവിടെ കാണിക്കുന്ന ഉടായിപ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞതിൽ ഇവൾക്ക് ക്യാൻസർ ഉണ്ട് 100% ഉറപ്പാണ് എന്നുള്ളതും ഞാൻ പറയുകയാണ്, അത് സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ വിചാരിക്കും പോലെ ഇതൊരു 4th സ്റ്റേജ്, ഞാൻ 3rd സ്റ്റേജ് കഴിഞ്ഞ് 4th സ്റ്റേജിലേക്ക് പോകുകയാണ് എന്ന് പറയുന്നത് കള്ളമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാതെ. ഒന്നി 1st സ്റ്റേജ് അല്ലെങ്കിൽ 2ാമത്തെ സ്റ്റേജിലോട്ട് തുടക്കം ഇത്രേ ആയിട്ടുള്ളൂ. അതിനെയാണ് ഈ പറയുന്ന വലിയൊരു മാരക ഈ പറയുന്ന അസുഖമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ട് കുറെ സെലിബ്രിറ്റീസിൽ വിളിക്കുന്നു, അവരൊക്കെ ഫോട്ടോ എടുക്കുന്നു, അവരൊക്കെ എന്നെ സഹായിച്ചു എന്ന് പറയും. ഡയറക്റ്റ് ആയിട്ട് സഹായം ചോദിക്കുന്നില്ല എങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ആവശ്യം അത് മുമ്പേ ഇതാണ് ശീലമായിരുന്നല്ലോ. അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് പലരും ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു കള്ളത്തരമാണോ ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തെ ഇതിനൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കാണിക്കുന്നതാണ് എന്നൊരു സ്വാഭാവിക സംശയം എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ രേണു കാണിക്കുന്ന ഓരോ ചേഷ്ടകളാണ്. സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ പോലത്തെ അസുഖം ഈ വരുമ്പോഴേ ഫോൺ വരെ വലുതായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ തിരക്കിയപ്പോ ഈ പിക്ലൈൻ എന്ന് പറഞ്ഞ സാധനമില്ലേ, ഈ സാധനം വലുതായിട്ട് കൈവെക്കാനോ അനക്കാനോ വെയിറ്റ് എടുക്കാനോ അങ്ങനെ ഒന്നും പാടില്ല. വളരെ കെയർഫുൾ ആയിട്ട് നല്ല വേദന എടുക്കും. അങ്ങനെ ഇത് ഇവിടെ ഇട്ടിങ്ങനെ തട്ടുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഈ ക്യാൻസർ രോഗം ബാധിച്ചാണ് ഇവരെങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പക്ഷെ ക്യാൻസർ രോഗം ഇല്ലെന്നല്ല, ക്യാൻസർ ഉണ്ട്. പക്ഷെ എനിക്കൊരു ഫസ്റ്റ് സ്റ്റേജ് എന്താണ് സുഖമായിട്ട് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇതിപ്പം ഫസ്റ്റ് കീമോയിലേ കഴിഞ്ഞുള്ളൂ, 2nd കീമോ ഒക്കെ ആകുമ്പോഴേ അതിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകത്തുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് രേണുവിന്റെ അടുത്ത് പറയാനുള്ളത് കുറച്ചൊന്ന് അടങ്ങ്.
കേട്ടോ. കുറച്ചൊന്ന് അടങ്ങ്. ഈ ദൈവത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കാതെ, മാരക അസുഖത്തിനെ ഒന്നും വെല്ലുവിളിക്കാതെ, ആ അസുഖത്തിന് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. അതെല്ലാം അസുഖം നീ പോടാ, ഇതല്ലേ ഇതാ വലിച്ച ഇതൊക്കെ ഞാൻ രക്ഷപ്പെടും, എനിക്ക് മറ്റേ മനക്കരുത്തുകൊണ്ട് തേങ്ങ ഉണ്ടെന്ന് ഇതിനെയൊക്കെ വലിച്ചേക്കാൻ കളഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഊഞ്ഞാലായി പോകുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ കുറച്ച് അടങ്ങുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത് എന്നുള്ളത്. ഇനി സീമാജി നായരുമായി ബന്ധപ്പെട്ട വിഷയം, അതായത് ആ വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ. സീമാജി നായർ എന്താണ്, ഇവരടുത്ത് വരുന്നു, അവിടെ ഐസിയിൽ നിന്ന് ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇടുന്നു, ഓർമ്മയുണ്ടല്ലോ ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, ആ ഫോട്ടോ. അപ്പൊ അതിനൊരു സീമാജി നായർ ഇപ്പം മറ്റുള്ളവരൊക്കെ ഈ ഐസിയിൽ എങ്ങനെ ആൾക്കാർ മറ്റുള്ളവരെ കയറ്റിയത് എങ്ങനെ, അതുപോലെ രേണുവിന്റെ തന്നെ ഒരു സുഹൃത്ത്, അവളുടെ ഏറ്റവും അറ്റ സുഹൃത്ത് എന്നാ പറയുന്നത്, അവൻ വന്ന് പറയുന്നത് രേണു ഇങ്ങനെ ഫാനിൽ പിന്നെ കെട്ടിത്തൂങ്ങി ആടി എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഇപ്പോഴും പലരും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഞാൻ തരാമേ. അത് ഇപ്പോഴും പലരും പറയുന്നുണ്ട് അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഈ പറയുന്നവരടുത്ത് രേണു പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. താങ്കൾക്കെതിരെ രേണു പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. രേണു പുറത്ത് വന്ന് ഇതൊന്നും ഇല്ല എന്ന് പറയാം, കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. ഇതുപോലുള്ള പല അടവുകളും കാണിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആത്മഹത്യക്ക് വേണ്ടിയിട്ട് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാം. മനസ്സിലായി, ഞാൻ ഇപ്പൊ തൂങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ല, തൂങ്ങിക്കിടന്ന് ആടി എന്നൊന്നും പറയില്ല. അപ്പൊ അവൻ തന്നെ പറഞ്ഞു, അതായത് സീമാജി നായർ അതിനകത്ത് വന്ന് കിച്ചു എന്ന് പോയി കാണാത്തത്, അവൾ അവിടെ വന്ന് അതിനകത്ത് കയറി പോയി കണ്ടല്ലോ, ഫോട്ടോ ഇട്ടല്ലോ എന്നല്ല അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിവാദമായിട്ടുണ്ട്. അത് പലരും കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കേസ് എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോ സീമാജി നായരുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ട് അത് നമുക്ക് കേൾക്കാം. അവസ്ഥ ഒരാളെടുത്ത് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ഏകദേശം 4th സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റു ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അവന് വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിട്ട് ഈ ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യുക, ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്നൊരു ഷഫീന, ഒന്നിനും സമയമില്ല. കാരണം ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും, ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്. അത് അവന്റെ ഫാമിലിക്ക് അറിയാം. ഓക്കെ, ഇതിൽ ഇത്രയും പറയുന്നത് വളരെ വ്യക്തമാണ്. ഞാൻ രേണുസുതിയെ ഫോളോ ചെയ്യുന്ന ആളല്ല. ഞാൻ അവളെ കൂടെ നിന്നുകൊണ്ട് പിന്നീട് അവൾ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാന്ത്വനം നൽകാൻ വേണ്ടിയിട്ട് പോയ ആളുമല്ല. പറഞ്ഞു വരുന്ന ഇതുമല്ല. രേണു മുമ്പ് ചെയ്തത് എന്താണോ അല്ലെങ്കിൽ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന എന്തോ അതിനെയൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയോ അതൊന്നും ശരിയാണെന്ന് വാദിക്കുന്ന ആളുമല്ല ഞാൻ. ഒരാൾക്ക് എന്തോ ആയിക്കോട്ടെ, ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ അവർക്കൊരു സാധനമായി എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ വേണ്ടി പോലും, അല്ലാതെ ഞാൻ അവർ മുമ്പ് ചെയ്തതൊക്കെ പിന്നെ നല്ലതാണ് എന്ന് പറയുന്ന ഒരാളല്ല എന്നത്. അതിന് കൃത്യമായിട്ട് അവർക്ക് എതിരഭിപ്രായമുണ്ട് എന്നുള്ളത്. അതായത് മുമ്പ് ചെയ്ത കാര്യങ്ങളിൽ അവർ ഈ പറയുന്ന ക്യാൻസർ അല്ലെങ്കിൽ മഹാരോഗം ഇതുപോലെ രോഗം വന്നവർക്കൊക്കെ ഒരു സാന്ത്വനമായിട്ട് പൈസയായിട്ട് കൂട്ടായിട്ട് ഒരാളായിട്ടൊക്കെ ഇതൊന്നും സഹായിക്കുന്ന നല്ലൊരു സ്ത്രീയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇപ്പം കഴിഞ്ഞോടെ തന്നെ ഇതൊരു സീരിയൽ നടന്റെ കേസ് എന്താണ് പറയുന്നത്, ഇവരെ വന്ന് മരിച്ചപ്പോൾ ഇവരാണ് കൂടെ നിന്ന് ചെയ്തത്. അതിന്റെ കടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ബാക്കി അപ്പൊ ഇതെല്ലാം കിടന്ന് ആകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഷഫീനയ്ക്ക് അറിയാതിരിക്കാം, ഞാൻ കുറെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഞാൻ പറയട്ടെ മോളെടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർത്തനാണ് അത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല ഷഫി, നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. അല്ല, സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോന്ന് അന്വേഷിക്കത്തില്ല. നമ്മള് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും.
മോളെ ഞാന് അത് മാത്രമല്ല ഒരു നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണ് അത് മോളെ അത് എഡിറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി കാണിച്ചപ്പോഴാണ് ഞാൻ അല്ല ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ഐസിയുവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ സത്യമായിട്ടും എനിക്കതിന് ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല, ഐസിയുവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എവർക്ക് എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. അല്ല ഷഫീന, ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ദിവസം ഷഫീന എന്റെ കൂടെ അല്ല മോളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആണ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെടാത്തോണ്ടാണ് ഞാനത് തുറന്നങ്ങ് പറയണത്. എനിക്കങ്ങനെ മറച്ചു വെക്കാൻ അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവര് പോലും തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇപ്പം സീമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് സീമ പറഞ്ഞ് ഞാൻ റെഡി വാ കിടക്കാമെന്ന് പറയുന്നില്ലല്ലോ. അവിടെ സീമയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആ ക്യാരക്ടറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ സ്ത്രീയുടെ അടുത്ത് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജും ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെന്റെ അമ്മയെ പറഞ്ഞതോ എന്നെ പറഞ്ഞോ എനിക്കതൊന്നും. ഇപ്പൊ വയ്യായ്മ വന്നപ്പം ആ സ്ത്രീക്ക് വയ്യായ്മ ഉള്ളവരുടെ പെയിൻ എന്താന്ന് മനസ്സിലായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥ എനിക്കുണ്ട്. നമ്മൾ ഈ ബക്കറ്റൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കണം പറഞ്ഞാൽ ഇവരൊക്കെ കളിയാക്കും. മുള്ളി എന്നൊക്കെ പറഞ്ഞ ഇവര് കളിയാക്കും. അത് നമ്മുടെ ഒരു അവസ്ഥയാണ്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാൻ പോലും അങ്ങനെ ഒരു കാര്യം പറയാത്ത ആളാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരിക്കലും അതെ എനിക്കറിയാം. കാരണം ഞാൻ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ എന്താ പറയുന്നത് രക്ഷാധികാരി ഒക്കെയാണ്. അപ്പം എല്ലാ വർഷവും അല്ല എല്ലാ ദിവസവും എന്നോണം ഇപ്പോഴും ഒരുപാട് പേരുടെ താങ്ങായിട്ട് നിൽക്കുന്ന ആൾ ഒരു രാജീവ് പള്ളുരുത്തിയുണ്ട്. ചിലപ്പോൾ അറിയുമായിരിക്കും ഷഫീനിക്ക്. നമുക്ക് പുള്ളിയാണ് ഈ വീൽ ചെയർ. ഓക്കെ, ഇതാണ് അവരുടെ ക്ലാരിഫിക്കേഷൻ. സത്യം പറഞ്ഞാൽ അവര് പെട്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇനി ഇതൊരു കേസാവോ? കാരണം ഒരു നല്ല മനസ്സുള്ള ഒരു സ്ത്രീയാണ് സീമാജി നായർ. ഒരുപാട് പേര് സഹായിച്ചു. ഒന്നും മുന്നിൽ കണ്ടല്ല അവരെ സഹായിക്കുന്നത് എന്നുള്ളത്. അവർക്കൊരു പേരുദോഷം ഉണ്ടാക്കി കൊടുക്കരുത്. എപ്പോഴും കൂടെ നിന്ന് സഹായിക്കുന്നവർക്കൊക്കെ നിങ്ങൾ എപ്പോഴും തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾക്ക് അവരെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. ആരെയും സ്നേഹിച്ചിട്ടുള്ള ഒരു ചരിത്രം താങ്കൾക്ക് ഇല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. താങ്കൾക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഞാനവിടെ മറ്റൊന്നുമല്ല, ഇനിയെങ്കിലും ഒന്ന് കണ്ടു പഠിക്കുക. ഒരു ദൈവഭയം അതൊക്കെ ഉണ്ടാവട്ടെ. ഇത് എന്തോന്നൊരു ഇതാരടുത്ത് പറയാം. നമുക്ക് വീണ്ടും കാണാം.